ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ക്യാബേജ് തോരനാണ്. ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്യാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ പീസും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു പാകത്തിൽ നമുക്കിത് ചതച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ വേറെ ഓയിലൊക്കെ എടുക്കാം. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ടുള്ള ഒരു അളവ് പറയാൻ വേണ്ടിയിട്ട് 2 കപ്പ് ക്യാബേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വെരി ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിത് പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറിയാണല്ലോ, അതിലുള്ള വിഷാംശത്തിനെ ഇല്ലാതാക്കാൻ മഞ്ഞൾപ്പൊടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. നമ്മൾ ഇതുപോലെ പുറത്തുനിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് സമയം വെരി ലോ ഫ്ലെയിമിൽ വെച്ചപ്പോഴേക്കും നമ്മുടെ ക്യാബേജ് ഇവിടെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ ആവി ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോഴിമുട്ടയാണ് കേട്ടോ നമ്മുടെ ഈ തോരൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഈ കോഴിമുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചിക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ കോഴിമുട്ട ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ തോരനിലേക്കൊക്കെ മുട്ട ചേർക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും മുട്ട കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും ഇതുപോലെ ചെയ്താൽ അവരത് അറിയാതെ കഴിച്ചോളും. എൻ്റെ മോന് മുട്ട കഴിക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെയൊക്കെയാണ് അവന് മുട്ട കൊടുക്കുന്നത്. എന്നാൽ പച്ചക്കറികൾ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ആദ്യം മുതൽ തന്നെ ശീലിപ്പിച്ചതുകൊണ്ട് പച്ചക്കറികൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ മുട്ട കഴിക്കാത്തതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്യൽ. ഇതിന് മുൻപ് വെണ്ടയ്ക്ക വെച്ചിട്ട് ഇതുപോലെ നമ്മളൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. വെണ്ടയ്ക്ക ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിച്ചു പോകുന്ന ഒരു അടിപൊളി ഫ്രൈ ആണ്. ഇപ്പോൾ കോഴിമുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഈ തേങ്ങ വെന്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മുടെ തോരനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്